പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം തന്നെ. ആമേൻ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് പേതൃത്വ ഞായറാഴ്ചയാണ്. പേതൃത്വ ഞായറാഴ്ച എന്ന് പറയുന്നത് പരിശുദ്ധ വലിയ നോമ്പിലേക്കുള്ള പ്രവേശനത്തിന്റെ വാതിലാണ്. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു തമ്പുരാൻ തന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളിൽ നമ്മെ പങ്കുകൊള്ളിച്ചുകൊണ്ട് തന്റെ കഷ്ടാനുഭവങ്ങളിലൂടെയും പീഡാനുഭവങ്ങളിലൂടെയും കുരിശുമരണത്തെ ജയിച്ച് ദയാളിയായി പുനരുദ്ധാനം ചെയ്ത് ജീവിക്കുന്ന മഹത്തായ വലിയ സന്തോഷത്തിലേക്ക് സഭയെ കൊണ്ടുപോകുവാൻ ഇന്ന് നമ്മെ ഈ പ്രവേശനവാതിക്കൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. നമുക്ക് വളരെ സുപരിചിതമായ വേദവാക്യമാണ് കാനാവിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ച്. നോമ്പിന്റെ മുമ്പിൽ, നോമ്പിന്റെ ആരംഭത്തിൽ ഒരു കല്യാണ വിരുന്നിനെ കുറിച്ചാണ് സഭ നമുക്ക് സന്ദേശം നൽകുന്നത്. കല്യാണ വിരുന്ന് എന്ന് പറയുന്നത് വളരെ സന്തോഷകരവും ആനന്ദകരവുമായ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് നവദമ്പതിമാരുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസം കൂടിയാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ പ്രതീക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു പ്രത്യാശ നിറഞ്ഞ ഒരു ദിവസമാണ് ഓരോ മണവാളനെയും മണവാട്ടിയെ സംബന്ധിച്ച് വിവാഹ സുദിനം എന്ന് പറയുന്നത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ചേർച്ച പോലെ തന്നെ നമുക്ക് സ്വർഗീയ മണവാളനായ കർത്താവിനോടുള്ള പങ്കാളിത്തം ഒരു വലിയ വിരുന്നിലൂടെ ദൈവം നമ്മെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. 3-ാം നാൾ ഗലീലായിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. 3-ാം നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലെങ്കിലും യഹൂദന്മാരായിരിക്കുന്ന ആളുകൾക്ക് വളരെ നിശ്ചയമുള്ള ഒരു കാര്യമാണ് 3-ാം നാൾ എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും പ്രത്യാശ നിറഞ്ഞതുമായ ഒരു ദിവസമാണ് 3-ാം ദിവസം. 3-ാം ദിവസത്തെ കുറിച്ച് പറയുന്നത്, ഒരുവൻ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടാൽ 3 ദിവസത്തോളം അവന്റെ ആത്മാവ് അവൻ വസിച്ചതായ സാഹചര്യങ്ങളോടും കുടുംബങ്ങളോടും കുടുംബാംഗങ്ങളോടും ഈ അന്തരീക്ഷത്തോടും ഒക്കെ കൂടെ ഉണ്ടാകും എന്നാണ് അവർ വിശ്വസിച്ചത്. 3-ാം ദിവസം തന്റെ ആത്മാവ് താൻ വിനയം പ്രാപിക്കുന്ന ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന പ്രത്യാശ നിറഞ്ഞൊരു ജീവിതമാണ് 3-ാം ദിവസം. സഭാപിതാക്കന്മാര് തന്റെ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തതിന്റെ 3-ാം ദിവസമാണ് എന്നും വ്യാഖ്യാനിക്കുന്നത്. എന്തു തന്നെയാലും ഈ സാഹചര്യത്തിൽ, ഈ നോമ്പിന്റെ ആരംഭത്തിൽ ഈ 3-ാം ദിവസത്തെ കുറിച്ച് പിതാക്കന്മാർ തരുന്ന സന്ദേശം വളരെ പ്രത്യാശ നിറഞ്ഞതായ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഗലീലായിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി എന്നാണ് പറയുന്നത്. പാലസ്തീനായിലെ 2 പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് യൂദയ, ഗലീൽ. ഈ 2 സ്ഥലത്തും കാന എന്ന് പറയുന്നതായ സ്ഥലമാണ്. അപ്പോൾ അത് വളരെ അസന്നിഗ്ധമായി സംശയലേശമന്യേ പറയുകയാണ്, ഗലീലായിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി എന്ന്. അപ്പോൾ യഹൂദായിലെ കാനായിലല്ല, ഗലീലായിലെ കാനായിലാണ് ഈ കല്യാണം ഉണ്ടായത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കല്യാണത്തിന് യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ്. യഹൂദന്മാരുടെ വിവാഹ രീതിയും നമ്മുടെ രീതിയും ഒക്കെ അനുസരിച്ച് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. യഹൂദന്മാരുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് തന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഈ ഭവനത്തിലേക്ക് വരും. നമ്മളൊക്കെ ചിലപ്പോ ഭക്ഷണം റെഡിയാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ വിവാഹത്തിന് പോകുക. ഭക്ഷണം കഴിക്കാൻ പെട്ടെന്ന് പോയ ഇതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ വിവാഹ രീതി. പക്ഷേ യഹൂദ ആചാരമനുസരിച്ച് ഒരാഴ്ച മുന്നേ ആ ഭവനത്തിലേക്ക് അവരെ പ്രിയപ്പെട്ടവരെല്ലാവരും കടന്നു വന്ന് അവരെ സഹായിക്കേണ്ടടുത്ത് സഹായിച്ചും സഹകരിച്ചും ഒക്കെ അവരുടെ സന്തോഷത്തിൽ പങ്കാളിയായി വലിയൊരു ആഘോഷത്തോടു കൂടിയാണ് വിവാഹത്തിന് വേണ്ടി അവരൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിവാഹത്തിന് ക്ഷണിച്ചിരിക്കുന്ന ആളുകളൊക്കെ
പ്രത്യേകമായ വസ്ത്രം ധരിച്ച്, അതെ, അവരുടെ ഒരു കളർ കോഡൊക്കെ ധരിച്ചാണ് കല്യാണത്തിന് അവർ പോകുക. അങ്ങനെയാണ് ആ വിവാഹ വീട്ടിലെ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടവരാണ് എന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭവനത്തിൽ സംഭവിച്ചതായ ദാരുണമായ ഒരു അനുഭവത്തെ യേശുവിന്റെ സാന്നിധ്യത്തിലൂടെ തന്റെ മാതാവായിരിക്കുന്ന അമ്മ പരിഹരിച്ച ഒരു മഹത്തായ കാര്യമാണ് ഇന്നത്തെ സന്ദേശം. ഇന്നത്തെ സന്ദേശത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ വിശ്വാസം ജനിപ്പിക്കുകയല്ല, വിശ്വാസമാണ് അത്ഭുതം ജനിപ്പിക്കേണ്ടത് എന്നാണ്. ഇന്ന് പല ആളുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുമ്പോഴാണ് ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുക. പക്ഷെ പരിശുദ്ധ അമ്മയുടെയും സഭയുടെയും വിശ്വാസം അനുസരിച്ച്, പരിശുദ്ധ സഭയുടെ രീതി അനുസരിച്ച് സഭ പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ഒരാൾ വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസം നിഷ്ഫലമായി പോകും. പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥമായ വിശ്വാസം എന്തായിരുന്നു? പരിശുദ്ധ അമ്മയിലൂടെയുള്ള വിശ്വാസത്തിലൂടെ ആ കുടുംബത്തിൽ നടന്നത് എന്താണെന്നാണ് പറയുക. വിശ്വാസത്തിലൂടെ അത്ഭുതങ്ങളായി മാറാൻ സാധിക്കും. വിശ്വാസത്തെ ഗർഭം ധരിച്ച് വിശ്വാസത്തിന്റെ പ്രതിഫലമായിരിക്കുന്ന ദൈവികമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഒരു വിശ്വാസിക്ക് എപ്പോഴാണ് കഴിയുന്നത്? അതാണ് യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവരുടെ വിവാഹ വിരുന്ന് ഒരു പെൺകുട്ടിയാണ് അവരുടെ യഹൂദ കുടുംബത്തിൽ ജനിക്കുന്നതെങ്കിൽ അവരുടെ മകളുടെ ആദ്യത്തെ ജന്മദിനത്തിന്റെ അന്ന് ഒരു വലിയ കുടം വീഞ്ഞ് അവരെ ശേഖരിച്ച് വരുന്നവർക്കൊക്കെ അവരെ കൊടുക്കും. അതിനുശേഷം ഒരു കുടം വീഞ്ഞ് അവര് സൂക്ഷിച്ചു വെക്കും. അങ്ങനെ എല്ലാ വർഷവും അവരുടെ ഈ ജന്മദിനത്തിന് ഓരോ കുടം വീഞ്ഞ് സൂക്ഷിച്ചു വെക്കും. ഒരു യഹൂദ പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് 13 വയസ്സാണ്. ഈ 13 വയസ്സിന് വിവാഹം കഴിക്കുന്ന ഒരു യഹൂദ പെൺകുട്ടിയുടെ വിവാഹ വിരുന്നിന് വേണ്ടി ഈ 13 വർഷവും ശേഖരിച്ചു വെച്ചിരിക്കുന്നതായ വീഞ്ഞ് ആ വിവാഹ വിരുന്നിന് വിളമ്പുക എന്നുള്ളതാണ് അവരുടെ മഹത്തായ ഏറ്റവും വലിയ ഒരു രീതി. ശരാശരി അവരുടെ കഴിവനുസരിച്ച് 13-ലും അധികം വീഞ്ഞുകൾ അവർ കരുതി വയ്ക്കും. അവരുടെ കുടുംബത്തിന്റെ വലിപ്പവും അവരുടെ ബന്ധുമിത്രാദികളുടെ വലിപ്പമൊക്കെ അനുസരിച്ച് അവർ എങ്കിലും ഏറ്റവും കുറഞ്ഞത് 13 കുടം വീഞ്ഞെങ്കിലും അവർ കരുതി വയ്ക്കും. 2-3 പറ വീതം കൊള്ളുന്ന ഭരണി എന്നാണ് ഇതിനെ കുറിച്ച് വേദോസ്തത്തിൽ പറയുക. വേദശാസ്ത്രജ്ഞന്മാരുടെ കണക്കനുസരിച്ച് 75 ലിറ്ററാണ് 2-3 പറ കൊള്ളുക എന്ന് പറഞ്ഞത് തന്നെയാണ് 75 ലിറ്റർ. അവിടെ എത്ര കുടം ഉണ്ടാവും? 13 കുടം ഉണ്ടാവും. 13 × 75 എത്ര? എനിക്ക് കണക്ക് വളരെ എത്ര ഉണ്ടാവും? 13 × 75 975 ലിറ്റർ എങ്കിലും ഒരു വീഞ്ഞ് ശരാശരി ഒരു യഹൂദ പെൺകുട്ടിയുടെ വിവാഹത്തിലാണ്. അതിൽ ഏറ്റവും നല്ല വീഞ്ഞ് ഏതായിരിക്കും? ഏറ്റവും നല്ല വീഞ്ഞ് അവരുടെ 1-ാം ജന്മദിനത്തിൽ എടുത്തു വെച്ച വീഞ്ഞ്. ഇതാണ് മണവാളനും അവരുടെ കൂടെയുള്ളവർക്ക് കൊടുക്കുന്നത്. ഇതാണ് പറയുന്നത്, നീ മേൽത്തരം വീഞ്ഞ് നീ ഒടുവിലും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവസാനം ഈ മണവാളനെ വിളിച്ച് പറയുന്നതിന്റെ സത്യതാണ്. മണവാളനാണ് 1-ാം പിറന്നാളിന്റെ വീഞ്ഞ് കൊടുക്കുക. പിന്നെ അതിന്റെ താഴോട്ട് അപ്പന്, പിന്നെ സഹോദരങ്ങൾക്ക്, പിന്നെ ബന്ധുമിത്രാദികൾക്ക് താഴോട്ട് വരുമ്പോ ഏറ്റവും ഒടുവിലുള്ളവർക്കാണ് ഈ 13-ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ തലവർഷത്തിൽ വീഞ്ഞ് കൊടുക്കുക. അപ്പൊ അതിന് എളുപ്പം കുറവായിരിക്കും, വീര്യം കുറവായിരിക്കും. ഇങ്ങനെയാണ് യഹൂദന്മാരുടെ വിവാഹ രീതി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വീര്യമുള്ളതും ഏറ്റവും നല്ലതുമായ വീഞ്ഞ്, 1-ാം പിറന്നാളിലെ വീഞ്ഞ് അവരെ മണവാളനും അവരുടെ തോഴ്മക്കാർക്കും മാതാപിതാക്കൾക്കുമാണ് അവർ നൽകുന്നത്. എന്നാൽ അതിന്റെ ശേഷം വരുന്നവർക്ക് വീര്യം കുറഞ്ഞ വീഞ്ഞുകളാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ താഴെയുള്ള വീഞ്ഞുകളാണ് അവർ കൊടുത്തുകൂടിയത്. ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായി. നമുക്കറിയാം, ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോയി. യേശുദമ്പുരാനും ശിഷ്യന്മാരും വിവാഹ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ
ആ ഭവനത്തിൽ വീഞ്ഞു തീർന്നു പോയി. ഗ്രഹനാഥനും കുടുംബാംഗങ്ങളും ഒക്കെ വലിയ പ്രയാസത്തിലായിരിക്കുകയാണ്. അമ്മ ചെന്ന് തന്റെ മകനോട് പറഞ്ഞു, മകനെ, ഇവർക്ക് വീഞ്ഞില്ല, ഇവർക്ക് വീഞ്ഞില്ല. പരിശുദ്ധ അമ്മ, അതായത് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തുകയും അത് പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി അത് പരത്തി അവന് ജീവിക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടാക്കി കൊടുക്കുകയല്ല, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അത് പരസ്യമായി വിളിച്ചു പറയുകയാണ്. തന്റെ ഏകജാതനായിരുന്ന പുത്രനോട് ചെന്ന് പറഞ്ഞു, മകൻ, ഇവർക്ക് വീഞ്ഞില്ല. യേശുദമ്പുരാൻ പറഞ്ഞു, എനിക്കും നിനക്കും ഇതിൽ എന്ത്? എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറയും. വലിയൊരു ദൈവശാസ്ത്രം അവിടെ അടങ്ങി കിടക്കുകയാണ്. എന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്ഷാകരമായ പദ്ധതിക്ക് വേണ്ടി കർത്താവ് ഇതുവരെ ഒരുങ്ങിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സമയമായിട്ടില്ലെന്ന് പറഞ്ഞാൽ തന്റെ മരണത്തിന് വേണ്ടി, തന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിന് ഇതുവരെ സമയമായിട്ടില്ല. അമ്മ പറഞ്ഞു, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്ന അടിയുറച്ചൊരുമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, ആദ്യം വിശ്വസിക്കുകയും പിന്നെ അത്ഭുതം കാണാനായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസമാണ് ഒരു ഓർത്തഡോക്സിയുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത്ഭുതം കാണുന്നതിന്റെ പുറകെ കൂടുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്. അമ്മ വളരെ വിശ്വാസത്തോടുകൂടെ തന്റെ പുത്രനോട് അടിയുറച്ച വിശ്വാസത്തോടുകൂടെ ആ കുടുംബത്തെ സമർപ്പിക്കുകയും കുടുംബത്തിന്റെ കുറവുകളെ ഓർപ്പിക്കുകയും തന്റെ സമയം സമാഗതമാകുവാൻ വേണ്ടി അവനെ ഓർപ്പിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ തന്റെ മകനെ അപകടത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ കുരിശുമരണത്തിന്റെ അനുഭവത്തിലേക്ക് തള്ളിവിട്ടു പോലും മറ്റുള്ളവരുടെ കുറവുകളും വേദനകളും പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സ്, അതാണ് ഈ നോമ്പിന്റെ ആരംഭത്തിൽ നമുക്കുണ്ടാകേണ്ട മനസ്സ്. അതുണ്ടാകാനാണ് ഈ നോമ്പിന്റെ പ്രവേശനവാതിൽ ഈ ഒരു സന്ദേശം നമുക്ക് തരുന്നത്. നീ ആദ്യം വിശ്വസിക്കണം, നീ ഒരു അത്ഭുതമായി മാറണം. വിശ്വാസത്തിലൂടെ എനിക്കൊരു അത്ഭുതമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ചോദ്യത്തിലൂടെയും സംവാദത്തിലൂടെയും നമുക്ക് വരുന്ന വലിയ സന്ദേശം. അവൻ പറഞ്ഞു, വളരെ വിശ്വാസം, അമ്മയുടെ വിശ്വാസം, അമ്മയ്ക്ക് അല്ലെങ്കിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ യേശുദമ്പുരാൻ സംസാരിച്ചിട്ട് പോലും അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല. അവര് പരിചാരകരോട് പറഞ്ഞു, എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഒരു ഉപേക്ഷയും വിചാരിക്കില്ല, ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. വളരെ ഒരു ഉറപ്പ് കൂടെയുള്ളവർക്ക് അതെ ഒരു ധൈര്യം നൽകുന്ന, തകർന്നു പോകുന്ന ഇടങ്ങളിൽ, വീണു പോകുന്ന ഇടങ്ങളിൽ, കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്ന ഒരു സാന്നിധ്യമായി നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ കരണീയമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷവേളകളിൽ, നമ്മുടെ ജീവിത ആഘോഷങ്ങളിൽ നമുക്ക് ക്ഷണിക്കപ്പെടുവാൻ അർഹതയുള്ള നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ, സാന്നിധ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്റെ ജീവിതാഘോഷങ്ങളിൽ, എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ എന്റെ ദൈവത്തിന്, എന്റെ കുടുംബത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അവരെ ക്ഷണിച്ചു. യേശുവിനെ മാത്രമല്ല, യേശുവിന്റെ ശിഷ്യന്മാരെയും ക്ഷണിച്ചു. ദൈവത്തെ അനുധാവനം ചെയ്യുന്നവരെയൊക്കെ തന്റെ സന്തോഷത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ സന്തോഷങ്ങൾ മാറി ദുഃഖമായി തീരാൻ ഒത്തിരി നേരമൊന്നും വേണ്ട. നമ്മുടെ ദുഃഖം വരുമ്പോഴോ പലപ്പോഴും ദൈവത്തെ ക്ഷണിക്കുകയാണ്. പക്ഷെ നമ്മുടെ ദുഃഖം സന്തോഷമായി മാറാൻ, നമ്മുടെ ദുഃഖം സന്തോഷമായി മാറുന്ന പോലെ സന്തോഷം ദുഃഖമായി മാറാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാര്യം. നമ്മുടെ സമ്മിശ്രമായ വികാര ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന് സ്ഥാനം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
അതായത് നമ്മുടെ ദൈവത്തെ ക്ഷണിക്കാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു അത്ഭുതമായി മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അത് നമ്മെ സംബന്ധിച്ച് ഈ നോമ്പിന്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. യേശു പറഞ്ഞു, പരിചാരകരെ വിളിച്ചു പറഞ്ഞു, ആ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുക. വീണ്ടും ഒരു കനൽ അവരുടെ തലയിൽ കോരിടുക. പറഞ്ഞാൽ അതിന്റെ ആഴം മനസ്സിലാകില്ല. ഇവിടെ യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹ വിരുന്നിലേക്ക് വരുന്ന അവരുടെ കാലിൽ ഗ്രഹനാഥൻ വെള്ളമൊഴിച്ച് അവരെ തോർത്തുകൊണ്ട് തുവർത്തി ചുംബിച്ച് വേണം ഈ വിവാഹ വിരുന്നുശാലയിലേക്ക് പ്രവേശിപ്പിക്കാൻ. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് വെച്ചിരിക്കുന്ന 6 കൽപാത്രങ്ങളിലാണ് വീണ്ടും വെള്ളം നിറയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവിടെ യഥാർത്ഥമായ സത്യം എന്താണ്? ഈ 6 കൽപാത്രങ്ങളും ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ വിരുന്നുകാരെല്ലാവരും വന്നു കഴിഞ്ഞു. അതാണ് അതിന്റെ അർത്ഥം. വീണ്ടും വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വീണ്ടും വന്നവർക്ക് പോലും വീഞ്ഞു കൊടുക്കാനില്ല. ഇനിയും വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ ഇനിയും ആൾക്കാര് കാല് കഴുകി സ്വീകരിക്കാൻ ഇനി എന്തിനാ സ്വീകരിക്കുന്നത്? ഉള്ളവരെ നന്ദിയായിട്ട് പരിപാലിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും ഓരോരു സംശയം കൂടെ അമ്മയുടെ ആ വലിയ വാക്ക്, ആ വിശ്വാസം, അമ്മയുടെ ആ വലിയ വിശ്വാസം അവരെ ഏറ്റെടുത്ത് അവർ ചെയ്യുകയാണ്. പാത്രം ഇരിക്കുന്നത് എവിടെയാ? പാത്രം ഇരിക്കുന്നത് പ്രവേശന വാതിലില്ല. അതില് 6 പറ വീതം കൊള്ളുന്ന ഭരണികൾ 6 എണ്ണമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ എത്ര ലിറ്റർ വെള്ളം കാണുന്നത്? 6 × 75 450 ലിറ്റർ വെള്ളം നിറയ്ക്കാനാണ്. 450 ലിറ്റർ വെള്ളം നിറച്ച് കോരി വിരുന്ന് വാഴിക്ക് കൊടുപ്പി എന്ന് പറഞ്ഞു. ഇപ്പൊ പാത്രം എവിടെയാണ്? ഇപ്പൊ പാത്രം എവിടെയാണ്? ഇപ്പൊ പാത്രം വീട്ടുവാതിക്കലാണോ? കലവറയിലാണ്. ദൈവത്തിന്റെ വാക്കുകൊണ്ട് നിറച്ചപ്പോൾ, ദൈവത്തെ അനുസരിക്കാൻ ഒരാൾ തയ്യാറായപ്പോൾ അവന്റെ സ്ഥാനം തന്നെ ദൈവം മാറ്റി. അത് വീടിന് പുറത്ത് പടിവാതിക്കലായിരുന്നു ആ പാത്രത്തിന്റെ സ്ഥാനം. പക്ഷേ ദൈവത്തിന്റെ വചനത്താൽ ആ പാത്രം നിറഞ്ഞപ്പോൾ അതിന്റെ അവസ്ഥ മാറി. അത് ശ്രേഷ്ഠമായ സ്ഥാനത്തേക്കാണ് മാറിയത്. അത് കോരി വിരുന്നുവാഴിക്ക് കൊടുത്തപ്പോൾ ഒരു വലിയ സാക്ഷ്യം പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞതാണ്. അതെ, മണവാളനെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, നീ ഞങ്ങളെ ശ്രേഷ്ഠരായി കണ്ടത്. ആദ്യം ഇതൊന്നും കുടിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല, ഇതൊക്കെ മണവാളനും കൂട്ടർക്കും ഒക്കെ ഉള്ളതാണ്, ഈ വീര്യമുള്ള വീഞ്ഞ് കുടിക്കുക. ഞങ്ങൾക്കൊക്കെ എളുപ്പമുള്ളതാണ് തന്നെയാണ്. പക്ഷെ വീര്യമുള്ള വീഞ്ഞിനേക്കാൾ ശ്രേഷ്ഠമായൊരു വീഞ്ഞ് നീ കരുതി വെച്ചല്ലോ. അതെ, മറ്റുള്ളവരുടെ നന്മയെ അനുഭവിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എന്താ പറയുക? അവരുടെ ആ വലിയ മനസ്സ് നമ്മെ മറ്റുള്ളവർ കരുതുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് എന്ത് വിചാരമാണ്? നമ്മളെ കരുതിയവരോട്, നമ്മളെ ഏറ്റവും അധികമായി സ്നേഹിച്ചവരോട്, നമുക്ക് വേണ്ടി നല്ലത് കരുതി വെച്ചവരോട് അത് നോമ്പിലുണ്ടാകും. നമുക്ക് വേണ്ടി ഒത്തിരി നന്മകൾ ഒരുക്കി ഒരു വീഞ്ഞിന്റെ അംശം പോലും കുടിക്കാൻ ഭാഗ്യം കിട്ടാത്തവരാണ് ഇതൊക്കെ പറഞ്ഞു ജയിച്ചത്. ഒത്തിരി ആഴമുണ്ട് അവിടെ. അവരെ മുഴുവനും വയർ നിറച്ച് കുടിച്ചിട്ടല്ല മറ്റുള്ളവരുടെ വേദനകളെ കുറിച്ച് പറഞ്ഞു ചെയ്യിപ്പിച്ചു. അവിടെ സമൃദ്ധിയുണ്ടായി. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടക്കാൻ നമ്മൾ സമ്പന്നരായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കീശ നിറച്ചുണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഇല്ലായ്മയിലും മറ്റുള്ളവരുടെ സന്തോഷത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി കരുതാൻ ഇടവരുത്തിയാൽ
ഒരു വലിയ സാക്ഷ്യം നിന്റെ പ്രവൃത്തിയുടെ നടുവിൽ ദൈവം മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കും. അതാണ് ആരും അറിഞ്ഞില്ല ഇത് മറ്റുള്ളതാണ്. പക്ഷെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു. അവന്റെ കീർത്തി ഗലീലയിൽ മുഴുവൻ പരന്നു. അവന്റെ അമ്മ തന്റെ മകനെ അപായപ്പെടുത്തി പോലും മറ്റുള്ളവരുടെ കുറവുകളെ പരിഹരിക്കാൻ ഇടയായ ഒരു വലിയ സത്യം ഈ നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതെ, ഈ പുറത്താക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് വേണ്ടി വെച്ചിരുന്ന ആ വലിയ പാത്രങ്ങൾ ശ്രേഷ്ഠകരമായ സ്ഥാനത്തേക്ക് നടന്നതുപോലെ മാറ്റപ്പെട്ടതുപോലെ ഈ നോമ്പിലൂടെ നമുക്ക് ഈ വലിയ 3-ാം ദിവസത്തെ പ്രത്യാശ. എന്താ പ്രത്യാശ? 3-ാം ദിവസത്തെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ പുനരുദ്ധാനമാണ്. കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിലേക്ക് പോകുവാനുള്ള ഒരു വലിയ വിരുന്നിൽ ഞാൻ എന്റെ വിശ്വാസത്തോടെ പങ്കെടുക്കണമെന്നാണ് പറഞ്ഞത്. ഏതായി വിരുന്ന്? ഏതായി വിരുന്ന്? പുതിയ നിയമത്തിന്റെ വിരുന്ന്. തന്റെ ശരീരം ഭക്ഷണമാക്കി കൊടുത്ത വിരുന്ന്. ഈ കൊതിനെ ദിവസത്തിലെ പ്രമേയസഭകൾ വായിച്ചാൽ അതിന്റെ ആന്തരികമായ അർത്ഥം ഇന്ന് നാളെ പറഞ്ഞിട്ടില്ല. അവൻ വെള്ളത്തിന്മേൽ ഭൂമിയെ വിരിച്ചു. ആ വെള്ളത്തെ അവൻ വീഞ്ഞാക്കി മാറ്റി. ആ വീഞ്ഞിനെ അവൻ തന്റെ രക്തമാക്കി മാറ്റി. വെള്ളത്തിലൂടെ സംഭവിക്കുന്ന പരിണാമങ്ങൾ അവന്റെ മരണത്തോളം വിലയുള്ളതാണ്. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവൻ വീഞ്ഞിനെ തന്റെ രക്തമാക്കി മാറ്റിയാണ് ഈ സഭയെ വീണ്ടെടുത്തത്. അതുകൊണ്ട് നമ്മുടെ ആഘോഷവേള ഒരു വലിയ വിരുന്നാണ് ഇവിടെ വെക്കുന്നത്. ആ വിരുന്നിൽ സംബന്ധിക്കുന്ന നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്ക് വേണ്ടി കരുതി വെച്ചൊരു വീഞ്ഞാണ്. ആ വീഞ്ഞിൽ പങ്കുകാരാകുമ്പോഴാണ് നമുക്ക് പ്രത്യാശയുടെ ലോകത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് അവൻ നമുക്കായിട്ട് തരിക. തന്റെ പുനരുദ്ധാനത്തിലേക്ക് പോകാനുള്ള ഏക ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവന്റെ രക്തത്താൽ കുളിക്കപ്പെട്ടവരായി അവന്റെ രക്തത്തിന്റെ അവകാശികളായി നമ്മൾ മാറും. ഈ വെള്ളത്തിലൂടെയുള്ള പരിണാമം അവിടെയാണ് എത്തി നിൽക്കുക. അതുകൊണ്ട് വെള്ളത്തെ വീഞ്ഞാക്കി നമ്മൾ സംതൃപ്തി നേടേണ്ടവരല്ല, വീഞ്ഞിനെ രക്തമാക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. അതിന് ഈ നോമ്പിന്റെ ഈ ആരംഭവാതിലും ഈ പ്രവേശനവാതിലും നിൽക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിന്റെ മഹത്തരമായ സന്തോഷത്തിലേക്ക്, പുനരുദ്ധാനത്തിന്റെ പെരുന്നാളിലേക്ക് പോകാൻ എനിക്ക് നിങ്ങൾക്കും ഈ കാനാവിലെ ഈ വലിയ വിരുന്നിലൂടെ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആശംസിച്ചു എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.